ഏറ്റവും നാശകാരികളായ ഒരു വിഭാഗം പിഴച്ചുപോയ പണ്ഡിതന്മാരാണ്, ഷർറുകളായ പണ്ഡിതന്മാരാണ്, നാശം പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാരാണ്. പണ്ഡിതന്മാർ രണ്ട് വിഭാഗമുണ്ട്. എല്ലാ പണ്ഡിതന്മാരും ഒരുപോലെയല്ല. എല്ലാ പണ്ഡിതന്മാരും സത്യത്തിന്റെ പ്രചാരകന്മാരല്ല. എല്ലാ പണ്ഡിതന്മാരും ധർമ്മത്തിനു വേണ്ടി, ഹക്കിന് വേണ്ടി നിലകൊള്ളുന്നവരല്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചില്ലേ? പണ്ഡിതന്മാർ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് നന്മയുടെ പണ്ഡിതന്മാർ, സത്യത്തിന്റെ പ്രബോധകന്മാർ, ശരിയായ വഴിയിൽ ജനങ്ങളെ നയിക്കുന്നവർ. വേറെ ഒരു വിഭാഗം ആരാണ്? തിന്മയിലേക്ക് നയിക്കുന്നവർ, ജനങ്ങളെ പിഴപ്പിക്കുന്നവർ, ഫിത്നയിലേക്ക് ക്ഷണിക്കുന്നവർ, സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കുഴക്കുന്നവർ. അവരാണ് എന്റെ സമുദായത്തിലെ നാശകാരികളെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി ശിറാറു ഉമ്മത്തി, എന്റെ സമുദായത്തിലെ ഏറ്റവും വലിയ നാശകാരികൾ, ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും വലിയ കുഴപ്പമുണ്ടാക്കുന്നവർ, ഷർറുകൾ പ്രചരിപ്പിക്കുന്ന, ഫിത്നകൾ പ്രചരിപ്പിക്കുന്ന, അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന, ഖുർആനും ഹദീസും തെറ്റായി ജനങ്ങളെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. ഖിയാമത്ത് നാൾ വന്നാൽ, അന്ത്യനാൾ വന്നു കഴിഞ്ഞാൽ ഈ ഉലമാഉൽ ശർറിന്റെ നാശകാരികളായ പണ്ഡിതന്മാരുടെ സ്വാധീനവും സമൂഹത്തിൽ പ്രചരിക്കും. കണ്ടില്ല നിങ്ങൾ? കേരള ചരിത്രത്തിൽ, ഇന്ത്യൻ ചരിത്രത്തിൽ, ലോക ചരിത്രത്തിൽ കാണാൻ കഴിയുമോ സ്വന്തം ഉസ്താദുമാർക്കെതിരെ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് അവരുടെ പോരായ്മകളെയും പൊള്ളത്തരങ്ങളെയും തുറന്നു കാണിക്കുന്ന ശിഷ്യന്മാർ? അത് കേരളത്തിലെല്ലാം ഉണ്ടായത്. സ്വന്തം ശിഷ്യന്മാർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പിഴവ് പറ്റിയിരിക്കുന്നു, ഞങ്ങളുടെ ഉസ്താദിന് തെറ്റുപറ്റിയിരിക്കുന്നു, ഞങ്ങളുടെ ഉസ്താദിന് അബദ്ധം പറ്റിയിരിക്കുന്നു, ഞങ്ങൾ ഉസ്താദിന്റെ അടുത്ത് പഠിച്ചതെല്ലാം അബദ്ധമാണ്, ഞങ്ങൾ ആ വാദങ്ങൾ അംഗീകരിക്കുന്നില്ല, ഉസ്താദുമാരെ ഞങ്ങൾ തിരുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ശിഷ്യന്മാരെ നമ്മുടെ കേരളത്തിൽ കാണുവാൻ കഴിയുന്നു. ഇത് കേരളത്തിന്റെ മാത്രം ഒരു ചരിത്രമായി നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നു. വേറെ എവിടെയെങ്കിലും ഇങ്ങനെ സ്വന്തം ശിഷ്യന്മാർ ഒന്നായി സംഘം ചേർന്നുകൊണ്ട് ഉസ്താദുമാർക്ക് അവരെ രംഗത്ത് വരുന്നത് കാണാൻ കഴിയുന്നുണ്ടോ? ഇത് ഈ വിഭാഗത്തിന്റെ നാശമല്ലേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നമുക്ക് സത്യം ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയണം, യാഥാർത്ഥ്യം എവിടെയാണെന്ന് തിരിച്ചറിയാൻ കഴിയണം. എല്ലാവരും പണ്ഡിതന്മാരല്ലേ? അവരും പണ്ഡിതന്മാരല്ലേ? അവർ തലപ്പാവധാരികളല്ലേ? അവർ ഉറുദു കഴിക്കുന്നവരല്ലേ? അവർ ഹദ്ദാദ് കഴിക്കുന്നവരല്ലേ? അവർ സുന്നത്ത് ജമാഅത്ത് പറയുന്നവരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വലയിൽ വീണുപോകുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സമുദായത്തിൽ ആരാണ് കുഴപ്പമുണ്ടാക്കിയത്? ആരാണ് പള്ളികളുള്ള സ്ഥലത്ത് വീണ്ടും പള്ളികൾ സ്ഥാപിച്ചത്? ആരാണ് സമൂഹത്തെ ഭിന്നിപ്പിക്കുവാൻ, ശിഥിലമാക്കുവാൻ, സിദ്ധമാക്കുവാൻ മദ്രസകൾ വീണ്ടും ഉണ്ടാക്കിയത്? ആരാണ് പുതിയ സംഘടനകൾ ഉണ്ടാക്കിയത്? ആരാണ് വീടുകൂടാന്തരം കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത്? ഒരു കുടുംബത്തിൽ തന്നെ ഇപ്പൊ ഒരു വഴിക്ക്, ഉമ്മ വേറെ വഴിക്ക്, മാതാപിതാക്കളും മക്കളും വേറെ വഴിക്ക്, പുതിയാപ്പള വേറെ വഴിക്ക്, മരുമകൾ വേറെ വഴിക്ക്, നാട്ടുകാർ വേറെ വഴിക്ക്, ഇങ്ങനെ പരസ്പരം ശിഥിലമായി, ഛിന്നഭിന്നമായി ചിത്രീകരിച്ചുകൊണ്ട് പരസ്പരം നാടുകളിൽ കുഴപ്പമുണ്ടാക്കിയതാര്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇത് വലിയ അബദ്ധമല്ലേ നമ്മുടെ സമുദായത്തിൽ ഉണ്ടാക്കിയത്? വലിയ കുഴപ്പമല്ലേ ഉണ്ടാക്കിയത്? വലിയ നാശമല്ലേ ഉണ്ടാക്കിയത്? ഈ തിരിച്ചറിവിനെ കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയില്ലേ? സാധാരണക്കാർ വിചാരിക്കും, ഞങ്ങൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവുമില്ല, ഉസ്താദ് പറഞ്ഞതുകൊണ്ട്, അല്ലെ, അവർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ അനുസരിച്ചതാണ്, ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ ഉസ്താദ് പറഞ്ഞു അനുസരിച്ചു, ഇതാണ് അവർ പറയുന്നത്. പ്രിയമുള്ളവരെ, ആ വാദം വലിയ അബദ്ധമാണ്. ഉസ്താദ് പറഞ്ഞാൽ സ്വീകരിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ശരിയെവിടെ, സത്യമെവിടെ, അസത്യമെവിടെ, കളവെവിടെ, ചതിയെവിടെ, വഞ്ചനയെവിടെ എന്ന് തിരിച്ചറിയേണ്ട ബാധ്യത ഓരോ മുസ്ലിമിനുമുണ്ട്. സത്യം എവിടെയാണെന്ന് അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ട്. الذين يستمعون القول فيتبعون احسنه اولئك هم اولو الالباب. ആരാണ് ബുദ്ധിയുള്ളവർ? വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ശരി എവിടെയാണെന്ന് അന്വേഷിച്ചു പോകണം. സത്യം ആരുടെ കൂടെയാണെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഉസ്താദ് പറഞ്ഞു ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞാൽ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുമോ? ഇത് നാളെ പരലോകത്ത് ഇതാ ഇത്തരം ആളുകൾക്ക് വരാൻ പോകുന്ന ഗതികളെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അക്ഷരയിൽ ചെന്നാൽ, പരലോകത്ത് ചെന്നാൽ ഞങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ട് ഞങ്ങൾ സ്വീകരിച്ചതാണ്, പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ ഈ നേതാക്കൾ ഒഴിഞ്ഞു മാറും. അവർ പറയും ഞങ്ങൾക്ക് ഇവരെ പരിചയമില്ല, ഈ അനുയായികളെ ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾ അവരോട് പിൻപറ്റാൻ പറഞ്ഞിട്ടില്ല, ഞങ്ങളെ ഉൾക്കൊള്ളണമെന്ന് അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടില്ല
ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, കള്ളം പറഞ്ഞുകൊണ്ട് പരലോകത്ത് അവർ തടിയൂടാൻ അതുപോലെ തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് ഉത്ബോധനം നൽകുകയാണ്. ശരി എവിടെയാണെന്ന് തിരിച്ചറിയേണ്ട, ചെന്ന് അന്വേഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. സത്യം ആരുടെ കൂടെയാണെന്ന് മനസ്സിലാക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, എന്റെ സമുദായത്തിലെ നാശകാരികളായ രണ്ട് വിഭാഗത്തിലെ ഒരു വിഭാഗം ആരാണെന്നറിയുമോ? ദീനിനെ കുറിച്ച് ശരിക്ക് പഠിച്ച് മനസ്സിലാക്കാതെ, യാഥാർത്ഥ്യം എവിടെയാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്താതെ ഞങ്ങൾ ചില നേതാക്കളെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്ധമായ രീതിയിൽ നേതാക്കളെ അംഗീകരിക്കുകയും ഞങ്ങൾ വലിയ ആബിദുകളാണ്, മുത്തഖികളാണ് എന്ന് നടിച്ചുകൊണ്ട് ജീവിതം നയിക്കുകയും ചെയ്യുന്ന സാധാരണക്കാരായ ആളുകൾ ഏറ്റവും വലിയ അബദ്ധകാരികളാണ്, ഏറ്റവും വലിയ നാശകാരികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. സാധാരണക്കാരെ, ബഹുജനങ്ങളെ സത്യം എവിടെയാണെന്ന് കണ്ടെത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ സ്വീകരിച്ചു, ഞങ്ങളുടെ നേതാവ് പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഉൾക്കൊണ്ടു, ഞങ്ങളുടെ സംഘടന പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്കും ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല. കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന. ഓരോ ശരീരവും എന്ത് ചെയ്തുവോ ആ പ്രവർത്തനവുമായി ആ ശരീരത്തിന് ബന്ധമുണ്ട്. ആ കാര്യത്തിന്റെ മേൽ അവർ ചോദ്യം ചെയ്യപ്പെടും, വിചാരണ ചെയ്യപ്പെടുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സത്യം എവിടെയാണെന്ന് മനസ്സിലാക്കേണ്ട ബാധ്യത ഓരോരുത്തർക്കുമുണ്ട്. എന്റെ ഉസ്താദ് പറഞ്ഞതുകൊണ്ട്, എന്റെ നേതാവ് പറഞ്ഞതുകൊണ്ട്, എന്റെ സംഘടന പറഞ്ഞതുകൊണ്ട് ഞാൻ അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അവന് രക്ഷപ്പെടാൻ സാധ്യമല്ല, അവൻ പരലോകത്ത് ശിക്ഷിക്കപ്പെടും. ഇവിടെ ഇതുപോലെയുള്ള പരിപാടി സംഘടിപ്പിച്ചു. ഇങ്ങനെ ഓരോ മേഖലകളിലും ഓരോ മഹല്ലുകളിലും SKSSന്റെ പ്രവർത്തകന്മാർ സത്യം ഏതാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പരിപാടികളിലേക്ക് ഇവർ വന്നുകൂടുകയോ പങ്കെടുക്കുകയോ ഉൾക്കൊള്ളുകയോ ശ്രദ്ധിക്കുകയോ ശ്രമിക്കുകയോ ചെയ്യാറില്ല. അത്തരക്കാരായ ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, അവർ കേൾക്കില്ല, സത്യം കേൾക്കില്ല, സത്യം കാണില്ല, സത്യം ഉൾക്കൊള്ളില്ല, സത്യം എവിടെയാണെന്ന് അവർ ചിന്തിക്കില്ല. അങ്ങനെ ജീവിച്ചാൽ അവർക്കുണ്ടാകാൻ പോകുന്ന ഗതികേട് എന്താണ്? അവർ മുനാഫിക്കുകളുടെ ലിസ്റ്റിലാണ് വരാൻ പോകുന്നത്. അവർ മുനാഫിക്കുകളുടെ സ്ഥാനം എവിടെയാണ്? ആ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ പെട്ടുപോകും. സത്യത്തിന്റെ ആളുകളാകണം നമുക്ക്. ശരി എവിടെയാണെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കണ്ടെത്തി ഉൾക്കൊണ്ടുകൊണ്ട് യഥാർത്ഥ ശരിയുടെ പിൻബലത്തിലുള്ള ജീവിതം നയിക്കുവാനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, സത്യം എവിടെയാണെന്ന് മനസ്സിലാക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഞാൻ കുറെ കാലമായില്ലേ SSFകാരനായി പ്രവർത്തിക്കുന്നു. ഇനി മാറിയാൽ SKSSന്റെ വഴിയിലേക്ക് വന്നാൽ, സമസ്തയുടെ വഴിയിലേക്ക് വന്നാൽ, അങ്ങനെയുള്ള മാർഗത്തിൽ ഞാൻ പ്രവേശിച്ചാൽ എന്നെ ഉൾക്കൊള്ളുവാൻ മറ്റുള്ളവർ തയ്യാറാകുമോ? എനിക്കതൊരു പ്രശ്നമല്ലേ? എനിക്കതൊരു വഷളത്തരമല്ലേ? എനിക്കതൊരു നാണമല്ലേ? എനിക്കൊരു ലജ്ജയല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് പലരും ഈ മാർഗത്തിൽ വരാൻ മടിക്കുന്നു. എന്തിനങ്ങനെ മാറി നിൽക്കണം? സത്യം എപ്പോൾ ബോധ്യപ്പെടുന്നുവോ ആ സമയത്ത് ശരിയായ വഴിയിലേക്ക് കടന്നു വരാം. അതിൽ ലജ്ജിക്കേണ്ട ആവശ്യമില്ല, മാറി നിൽക്കേണ്ട ആവശ്യമില്ല, അതിൽ പരിതപിക്കേണ്ട ആവശ്യമില്ല, വേദനിക്കേണ്ട ആവശ്യമില്ല. സത്യത്തിന്റെ കൂടെ എപ്പോഴും പോകാം. അങ്ങനെയാണല്ലോ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സത്യം മനസ്സിലാകുന്നത് എപ്പോഴാണോ ആ സമയത്ത് ശരിയുടെ വഴിയിലേക്ക് വരണം. ഇത്രയും വ്യക്തമായി പച്ച വെളിച്ചം പോലെ സത്യം ബോധ്യപ്പെട്ടിട്ടും മാറി നിൽക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യോജിക്കാൻ പറ്റുന്ന കാര്യമാണോ? ഒരിക്കലുമല്ല, ഒരു മുസ്ലിമിന് ചേർന്നതല്ലാതെ. അതുകൊണ്ട് തന്നെ സത്യം ബോധ്യമായാൽ ഏത് സമയത്തും ശരിയുടെ വഴിയിലേക്ക് പോകാം. അതിൽ എനിക്ക് വഷളാണല്ലോ, എന്നെ പരിഹസിക്കുമല്ലോ, എന്നെ കളിയാക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാറി നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ പരമമായ നമ്മുടെ ലക്ഷ്യം പാരത്രികമായ വിജയമാണ്. ഈ ദുനിയാവിൽ നാം അങ്ങനെ നാണിച്ചു മാറി നിന്നാൽ അവിടെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. ഇവിടെ അല്പം നമുക്ക് പരിഹാസത്തിന് വിധേയമാകേണ്ടി വന്നാൽ പോലും പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ അതല്ലേ നല്ലത്. അതുകൊണ്ട് സത്യം മനസ്സിലായിട്ടും മാറി നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കടന്നു വരാൻ പറ്റിയ സമയമാണ്. വളരെ വിശാലമായ, വളരെ വ്യക്തമായ, സുതാര്യമായ ഒരു മാർഗത്തിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നത്. ഇവിടെ വളച്ചുകെട്ടില്ല, ഇവിടെ അവ്യക്തതകളില്ല, ഇവിടെ തിരിയാത്തൊന്നുമില്ല, ഇവിടെ മൂടിവെക്കുന്നൊന്നുമില്ല, ഇവിടെ കള്ളപ്രചരണങ്ങളില്ല. ശരിയായ സൂര്യവെളിച്ചം പോലെ പ്രകാശമുള്ള ഒരു മാർഗത്തിലേക്കാണ് നിങ്ങൾക്ക് കടന്നു വരാൻ സാധിക്കുന്നത്. ശരിയായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ പ്രവർത്തിക്കുക
പോകാനുള്ള അവസരം. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയതെല്ലാം നഷ്ടപ്പെട്ടു പോയി. നമുക്ക് ശരിയായ വഴിയിലേക്ക് ഇനി മുതൽ പ്രവേശിക്കാം. ആരെങ്കിലും മഹത്തായ ആദർശത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാതയെക്കുറിച്ച് തെറ്റിദ്ധരിച്ചുകൊണ്ട് മാറി നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. എസ്എസ്എഫിന്റെ പ്രവർത്തകന്മാർക്ക് തീർച്ചയായും ഒരു തിരിച്ചറിവുണ്ടാകേണ്ടതാണ്, ഒരു ഉത്ബോധം അവരുടെ മനസ്സിൽ നിയന്ത്രിക്കേണ്ടതാണ്. ആദർശത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ, സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ, നീതിയുടെ ഭാഗത്ത് നിൽക്കാൻ, ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ തീർച്ചയായും അവർ തയ്യാറായി കഴിഞ്ഞാൽ വിഷയം ആത്യന്തികമായി സത്യത്തിനാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകേണ്ടതുണ്ട്. വ്യക്തിക്കല്ല വിജയം, വ്യക്തികൾക്കല്ല വിജയം, സംഘടനകൾക്കല്ല വിജയം, സത്യത്തിനാണ് വിജയം. അന്തിമമായി സത്യം മാത്രമേ വിജയിക്കുകയുള്ളൂ. എത്ര കാലം ജനങ്ങളെ വിഡ്ഢികളാക്കാൻ പറ്റും? എത്ര കാലം കള്ളപ്രചരണങ്ങളിൽ